ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് പവേർഡ് ബൈ ഗോചാർട്ടിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കിഡിലോട് ന്യൂസ് ഒക്കെ ഇപ്പം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1 തൊട്ട് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള താരിഫ് 25% ആണെന്നും അതുകൂടാതെ ചില ഐറ്റംസ് ചില താരിഫിന് എക്സ്ട്രാ പെനാൽറ്റിയും കൂടെ ഉണ്ടെന്നും പറഞ്ഞ് ട്രംപിന്റെ ട്വീറ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് വന്നായിരുന്നു. ചടം പടപടാതിരുന്ന നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഒറ്റയടിക്ക് ഒരു ജമ്പ് അടിച്ച പോലെ ഒരു മൂക്കും കുത്തി ഒരു വീഴ്ച വീഴുന്നു. താഴേക്ക് ഒരു ഒറ്റ അടിച്ച ദിവസമായിരുന്നു. താഴേക്ക് ഇറങ്ങി വന്ന ആ ജമ്പും വീണ് താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പൊ നിൽക്കുകയാണ് 24,695 ഭാഗത്ത് നിൽക്കുകയാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 24,860 ഭാഗത്തും നമ്മുടെ നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്ന 24,695 ഭാഗത്തുമാണ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ല കിടിലൻ സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വന്നു. ആ സെല്ലിംഗ് മാർക്കറ്റിൽ വന്നു. ഇപ്പൊ ട്രംപ് കൊടുത്ത ആ താരിഫിന്റെ പണി നാളത്തെ നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒരിക്കലും നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങളത് കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബുള്ളിഷ് റെഫറൻസിനും പി ഒ സിക്കും ഇടയ്ക്ക് തന്നെ കൃത്യമായിട്ട് കിടന്ന് കളിച്ചുകൊണ്ടിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസിനും പി ഒ സി കിടന്ന് കളിച്ചു. മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ബുള്ളിഷ് റെഫറൻസിനും പി ഒ സി കിടന്ന് കളിച്ചു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റും തരാതെ ഇവരെല്ലാവരും ബുള്ളിഷ് റെഫറൻസിനും പി ഒ സി കിടന്ന് കളിച്ച് പ്യുവർലി ഒരു നോർമൽ ഡേ ആയി സ്ട്രക്ചറിലേക്കാണ് നമ്മുടെ മാർക്കറ്റ് വന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്യുവർലി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ ന്യൂട്രൽ എക്സ്ട്രീം ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി സംബന്ധിച്ച്. നമ്മുടെ മാർക്കറ്റ് താഴേക്ക് ഒരു ഡീപ്പിലുള്ള ഒരു എഫ് എ തന്ന് അത് ഇയിലെത്തിയപ്പോൾ കൺഫർമേഷൻ തന്നെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ ഒരു ന്യൂട്രൽ ഡേ പോലെ പി ഒ സിയിൽ അവിടെ 24,845 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പി ഒ സിയിൽ അവിടെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പ്യുവർലി പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഡേ ആണ്. പി ഒ സിയുടെ ഭാഗത്ത് അടുപ്പിച്ച് വാല്യൂ ലോ സ്ട്രക്ചർ തന്നെ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. തിരിച്ച് റിവേഴ്സ് ചെയ്ത് കയറിയിട്ട് പി ഒ സിയുടെ അടുത്തുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തെ ഒരേ റേഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ഇതിനൊന്ന് എന്ത് ചെയ്യുന്നു, പ്രൊഫൈലിനെ ഒന്ന് മെർജ് ചെയ്യുന്നു. കാരണം നമ്മൾ ഒരേ റേഞ്ച് കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ റേഞ്ച് ഒന്ന് അറിയാൻ വേണ്ടി പെർഫെക്റ്റ് ഒരു ബാലൻസ് ലെവൽ പോലെ തന്നെ കൃത്യമായിട്ട് ലെവലിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. 13,040 മുകളിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ ഒരു സാഹസം ഇതുവരെ നടന്നിട്ടില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം കൃത്യം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ഒരു പി ഒ സിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ പി ഒ സി ഈ കഴിഞ്ഞ ഇത്രയും 4 ദിവസത്തെ റേഞ്ചിന്റെ പി ഒ സി 12,938 ആണ്. ഏകദേശം പറഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി 13,002 ഭാഗത്ത് ക്ലോസ് ചെയ്യുമ്പോൾ 12,938 ആണ്. 39 നമ്മൾ പി ഒ സി റേഞ്ച് പി ഒ സി 4 ദിവസത്തെ റേഞ്ച് പി ഒ സി ആണ്. അപ്പോൾ ഞാൻ പി ഒ സി എന്ന് മാർക്കറ്റ് 12,939 വെച്ചു. നമ്മുടെ ബുള്ളിഷ് ഇനി എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാറ്റമില്ല. 13,050 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസ് ഞാൻ കാണുന്നുള്ളൂ. അതിന് മുകളിൽ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി എങ്ങോട്ട് പോവാം എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഈ പി ഒ സി 13,136 വരെ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,136 എന്ന് പറഞ്ഞാൽ പഴയ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ തന്നെയാണ്. അതൊന്നും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കേണ്ട അതിന് മുകളിൽ സത്യം ചെയ്യുക അടുത്ത് എങ്ങോട്ട് പോകാം, ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 13,175 ഭാഗത്തേക്ക് പോകാം. 13,175 ഭാഗത്തേക്കും പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,222 R23 എന്ന് പറഞ്ഞാൽ 13,222 പഴയ ഒരു റേഞ്ച് പി ഒ സി ആണ്. ആ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡിലുള്ള ലെവൽസ്. സോ മാക്സിമം ഞാൻ അപ്പർ സൈഡിലുള്ള ലെവൽസ് 13,136 125 ഭാഗത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇൻ കേസ് നാളെ എന്തെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 12,900 താഴെ 830 പൊട്ടി 12,900 താഴെ ഞാൻ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 12,886 12,886 എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ഒരു എഫ് എ പോയിന്റ് ആണ്. നമുക്ക് ഇന്നലെ ട്യൂസ്ഡേ വന്ന ഒരു എഫ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ 12,800
അത് എത്രയാണ് മിഡ് ക്യാപ് സംബന്ധിച്ച് 12,872 12,872 താഴെ നിൽക്കുകയാണെങ്കിൽ ഞാൻ 12,872 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി ഞാൻ ഒരു സെല്ലിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വന്ന എഫ് ഐ ആണ് അത് കൃത്യമായിട്ട് പറഞ്ഞ് എങ്ങോട്ട് താഴേക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12,800 ലോവർ സ്ട്രക്ചറെ 12,825 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 12,825 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനും അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി എങ്ങോട്ട് പോകും, അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു സെല്ലിംഗ് വീണ്ടും ഒരു സ്റ്റാഗ്നന്റ് ചെയ്ത് വന്നിട്ട് പഴയ ഒരു ലെവലായ മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഒരു ലെവൽ എവിടെയാണ്, ഈ ഒരു സപ്പോർട്ടിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഉണ്ട്. ഈ ഒരു ലോവർ ലെവലിലെ സ്ട്രക്ചറായി അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വന്ന ലോവർ സ്ട്രക്ചറിന്റെ ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാം. 12,700 ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് 12,825 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 12,775 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,775 12,775 ഭാഗത്ത് വരാനും അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ലോവർ ലെവൽ 12,700 ഭാഗത്തേക്ക്, അതായത് S3 എന്ന് പറയുന്നതിന്റെ ഭാഗം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. S3 നമുക്ക് നാളത്തേക്ക് ചിലപ്പോൾ ആവശ്യം വന്നാലോ വേണമെങ്കിൽ ഉപകാരപ്പെട്ടാലോ 12,700 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അപ്പർ സൈഡിൽ ലെവൽസ് ഞാൻ വരച്ചു 3 ലോവർ സൈഡിലെ ലെവൽസ് ഞാൻ വരച്ച വേറെ ഒന്നും വേണ്ടില്ല. നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും മൊമെന്റം കിട്ടുകയാണെങ്കിൽ ആ മൊമെന്റം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വരച്ചത്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയിലെ ലെവൽ. നിഫ്റ്റി ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഡേ ആണ് ഇന്ന്. അവൻ കൃത്യമായിട്ട് വന്ന ആ റേഞ്ച് വന്ന് കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് POCയുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആണ്, എക്സാക്ട്ലി ന്യൂട്രൽ ഡേ ആണ്. അവൻ്റെ POC വന്നിരിക്കുന്നത് 24,845 ഭാഗത്താണ് POC. സോ ഞാൻ 24,845 ഭാഗത്തുള്ള POC ഞാൻ ഒന്ന് മാറ്റി വയ്ക്കാം, അതൊന്ന് കൃത്യമായി വച്ചിട്ടുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കാം, എന്നെ സംബന്ധിച്ച് ബെയറിഷ് 24,780 24,779 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ POC കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ POC 24,702 24,702 ഭാഗത്ത് 24,702 ഭാഗത്തേക്ക് വരാം. നാളെ മന്ത്ലി എക്സ്പയറി ആണ്. നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി എല്ലാ നിഫ്റ്റികളും ഒരുമിച്ച് അവസാനിക്കുന്ന ഒരു ദിവസം കൂടെയാണ് നാളെ. ഇപ്പോൾ 24,702 ഭാഗത്തേക്ക് വരാം. 24,702 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയാം ഇന്നലെ ഡി പീരീഡിൽ വന്ന ലോവർ സ്ട്രക്ചറായ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,600 ഭാഗത്തേക്ക്, എത്രയാണ് 24,600 ഭാഗത്തേക്ക് 24,600 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി അപ്പർ സൈഡിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ, അപ്പർ സൈഡിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഹൈ 24,900 മുകളിൽ മാത്രമേ ഇതിൻ്റെ ബൈ ഉള്ളൂ. 24,900 മുകളിൽ മാത്രമേ നിഫ്റ്റിയുടെ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ 24,900 മുകളിൽ ഒരു ബൈ ഉണ്ട്. ആ ബൈ എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,950, അതായത് ഈ ഒരു ഇന്നലത്തെ ഹൈയുടെ ഭാഗത്തേക്ക് എത്രയാണ് 24,950 S1 എന്ന് പറയുമ്പോൾ 24,950 ഭാഗത്തേക്ക് 24,950 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് നമ്മുടെ മൺഡേയുടെ കഴിഞ്ഞ ഹൈ ആയി 25,016 ഭാഗത്തേക്ക്, R2 എന്ന് പറയുമ്പോൾ 25,016 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിന് മുകളിലുള്ള മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് R3 ഞാൻ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു രീതിക്കുള്ള ഒരു മൂവ്മെന്റം ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് R3 എടുത്ത് കളഞ്ഞു. നിങ്ങൾ വാച്ച് ചെയ്യുക, അതേപോലെ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമ്മുടെ ഏറ്റവും വലിയ ഭീമൻ, നമ്മുടെ ഏറ്റവും വലിയ ബീസ്റ്റ് ആയ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പക്ക പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ് ന്യൂട്രൽ ഡേ ആയിരുന്നു. നമ്മുടെ POC വന്നിരിക്കുന്ന 56,207 ഭാഗത്താണ് POC. അപ്പോൾ ഞാൻ POC ഒന്ന് ഞാൻ മാർക്ക് ചെയ്യാം. 56,207 ഭാഗത്താണ് POC നിൽക്കുന്നത്. ആ POC ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് ആ POC വർക്ക് ചെയ്ത് വെച്ചു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ 56,345 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈ ഉള്ളൂ. 56,345 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ ഉള്ളൂ. ആ ബൈ എവിടം വരെ പോവാം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,538 എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഫ്രൈഡേത്തെ POCയുടെ ഭാഗത്തേക്ക് പോവാം. 6 എന്ന് പറയുമ്പോൾ 56,538ന്റെ ഭാഗത്തേക്കും പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ സി സൈഡ് സിംഗിൾ പ്രിന്റ് ആയ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിയുടെ ഈ ഒരു ഏരിയ 56,802 R2 എന്ന് പറയുന്നത് 56,802ന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ അപ്പർ സൈഡ് 56,340 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അപ്പർ സൈഡിൽ നല്ലൊരു മൊമെന്റം ബാങ്ക് നിഫ്റ്റി തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബെയറിഷ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ POC ഏതാണ് 56,069 താഴെ 56,050 താഴെ സസ്റ്റെയിൻ ചെയ്യുക. അല്ല, ബാങ്ക് നിഫ്റ്റിയിലെ ബെയറിഷ് ഓപ്ഷന് മാറ്റമില്ല, ഇത് വേണ്ട. കാരണം ഈ ഒരു ബെയറിഷ് അത് 55,968 പൊട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സെല്ലിംഗ് എടുത്താൽ മതി. അത് 55,838 സെക്കൻഡ് ടാർഗറ്റ് 55,664 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം കൃത്യമായി നിങ്ങളെ മനസ്സിൽ ഓർത്തോളൂ. ട്രംപിന്റെ താരിഫ് വന്നു, ഇന്ത്യക്ക് 25% ആണ്. കൂടാതെ ചില ഐറ്റംസിന് ആശ എന്ത് ചെയ്തു, പെനാൽറ്റിയും കൂടെ ചാർജ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ എങ്ങനെ വേണം നാളെ മൂവ് ചെയ്യുക. നാളെ മന്ത്ലി എക്സ്പയറി ആണ്, എല്ലാ ഓപ്ഷൻസും എക്സ്പയർ ആകുന്ന ദിവസം കൊണ്ടാണ്. തീറ്റ ഗാമ എല്ലാത്തിൻ്റെയും പ്ലേയും IV എക്സ്പാൻഷൻ എല്ലാം കോൺട്രാക്ഷൻ എല്ലാം നടക്കുന്ന ദിവസമാണ്. നാളെ ഓപ്പണിംഗ് തന്നെ ഗ്യാപ് ഡൗൺ വരികയാണെങ്കിൽ അത് ഇതിന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നോക്കിയാൽ ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ വരികയാണെങ്കിൽ ആ ഗ്യാപ് ഡൗൺ ഒന്ന് പിടിച്ചിട്ട് ഒരു റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ അടി വരുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഇതുവരെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കുന്നത്. ഒരു അടി വരിക, 1 മണിക്കൂർ അടിക്കാന്ന് വെച്ചാൽ തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തതിനു ശേഷം പിന്നെ വീണ്ടും അടിക്കുക. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.